എന്താ പറയുക, എന്നെ പോലെ നിങ്ങളും വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഇതെന്താ സംഭവം വെച്ചാൽ ഫാമുകളാട്ടോ, ചെറിയൊരു മാർക്കറ്റ് മാതിരി കണ്ടോ. അതെ ഗൈസ്, മൈ ബീസ് വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പോകുന്നത് വെച്ചാൽ സൗദി ബോർഡറിലേക്കാണ് കേട്ടോ, അബുസംറ. കറുവ ബസ്സിനാട്ടോ പോകുന്നത്. നോക്കട്ടെ എന്തെല്ലാം സ്ഥിതിഗതികൾ, ഒന്ന് പോയിട്ട് അവിടെ ഒന്ന് ചുറ്റിയടിച്ച് ഇവരാന്ന് വിചാരിച്ചു കേട്ടോ. ബസ്സിനാട്ടോ പോകുന്നത്. ബസ് കയറാൻ വേണ്ടി കാത്തിക്കാണ്. ഇങ്ങനത്തെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പോകാൻ പറ്റും. നമ്മൾ ബസ്സാട്ടോ വരുന്നത്. അതിൽ കയറിയിട്ട് വേണം മക്കളെ പോവാൻ. ആൾക്കാരൊന്നുമില്ല. കുറച്ച് ആൾക്കാരുണ്ട്. ഇന്നത്തെ ഈ യാത്രയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പോകുന്ന വഴികളിലെ കാഴ്ചകൾ, അവിടെ എന്താ ഉള്ളത് എന്നുള്ളത്, അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയും കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നല്ല അടിപൊളി ഡിസൈനുള്ള പാലം, കൊള്ളാം കൊള്ളാം. ചെറിയൊരു മാർക്കറ്റ് മാതിരി കണ്ടോ. വണ്ടിയിൽ സാധനങ്ങൾ, പുല്ലും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കുക കേട്ടോ. ഒട്ടകത്തിൻ്റെ പുല്ലൊക്കെ ആയിരിക്കും. നമ്മളെ നാട്ടിലൊക്കെ മാതിരിയല്ലേ. ഓ, എന്താണ് ഒരു കോളനി മാതിരിയുള്ളതെന്ന് തോന്നുന്നത്. കുറേ മരങ്ങളും അതൊക്കെ ഇവിടെ കാണാനുണ്ട്. ഇതെന്താ സംഭവം വെച്ചാൽ ഫാമുകളാട്ടോ. ഒട്ടകം, ആട്, മാട്, ഒട്ടകത്തിൻ്റെ ഒക്കെ ഫാമുകളാട്ടോ ഇത്. വെറുതെ അതുകൊണ്ടാണ് പുറത്ത് അവിടെ പുല്ലും കൊണ്ടൊക്കെ ആൾക്കാർ വന്ന് ഇരിക്കുന്നത് കാണുന്നത്. ഒട്ടകത്തിൻ്റെ ഫാമുകളും ഇതൊക്കെ ഉള്ളത് സ്ഥലമാണ്. നല്ല പച്ചപ്പുള്ള സ്ഥലമാട്ടോ. പച്ചപ്പ് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ ചെടികളിങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം എന്താ അറിയില്ല, ഫാമാണെന്നാണ് തോന്നുന്നത്. ഫാം ആയിരിക്കില്ലേ? ആയിരിക്കാം. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. സാധാരണ ഇവിടെ ഇങ്ങനെ പച്ചപ്പൊക്കെ കാണാൻ പണിയാണ്. ഇതാണ് മക്കളെ മൊക്കൈനിസ്. മൊക്കൈനിസിൽ പണ്ട് കൊറോണ സമയത്ത് ക്വാറന്റൈൻ ഇവിടെ അതിന് വന്നിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അത് ഓർമ്മ വരിക. ക്വാറന്റൈൻ ഇവിടെ കിടക്കാൻ വന്നപ്പോൾ അന്നൊക്കെ വന്നതെന്ന് വെച്ചാൽ ഒരു ജയിലിലിട്ട മാതിരിയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, അതുകൊണ്ട് ഒരേ റൂമുകൾ. അപ്പോൾ അതാപ്പോൾ ഓർമ്മ വരുന്നത്. 2020 ശരിയാ, 2020 ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ അതാ ഓർമ്മ വരുന്നത്. ഒക്കെ നിസിക്കോന്ന് ഖത്തറിലുള്ള മിക്ക ആളുകളും ഇവിടെ വന്നിട്ടുണ്ടാവണം കൊറോണ സമയത്ത്. ഓരോരോ ബ്ലോക്കാണ് കേട്ടോ. അതിൽ 13A എന്നുള്ള ഓരോ നമ്പറായിരുന്നു. ഞാൻ നിന്ന നമ്പർ എത്രയാണുള്ളത് മറന്നു വയ്ക്കും. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാട്ടോ ഇത്. ഒരു റൂമിൽ 2 ആൾക്കാരായിരുന്നു. റൂമിലിരിക്കുക, ഫുഡ് കഴിക്കുക, നേരം വെളുക്കുന്നത് രാത്രിയാകുന്നു, ഫോൺ കളിക്കുന്നത് നേരം വെളുക്കുന്നത് രാത്രിയാകുന്നു, ഇതേ സ്ഥിതി. എന്തായാലും അതൊക്കെ ഒരു ഓർമ്മകൾ. ഈ ജനലിൻ്റെ ഈ തുറന്നിട്ട് മേലെ കാണുന്നില്ല, ഈ ജനൽ മാതിരിയുള്ള, അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ എത്തി നോക്കുകയായിരുന്നു ആരെങ്കിലും പുറത്തുണ്ടോ. കാരണം വാതിൽ തുറന്നിട്ട് പുറത്ത് പോകാൻ പറ്റില്ല, അലോഡില്ല. അപ്പം മൊക്കൈനിസിൽ വന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. വീഡിയോയിൽ ഇവിടെ വന്നിട്ട് ക്വാറന്റൈൻ ഇവിടെ വന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കുറേ ഉള്ളോട്ടാണ്, അതായത് സിറ്റിയിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററുകൾ ഉള്ളോട്ടാണ്. അതാണ് ബസ്സിൽ ഞാനും വേറൊരാൾ മാത്രം കേട്ടോ, പിന്നെ ഡ്രൈവർ. ഞാൻ ഏറ്റവും ബേക്കിലിരിക്കുകയാണ്, ആരുമില്ല. ഒരു സംഗതികളില്ല. റോഡിൻ്റെ രണ്ട് സൈഡിലും മരുഭൂമിയാണ്.
ബസ്സിൽ ഞാനും ഒരാളും മാത്രം. ഇവിടെയൊക്കെ ഇതിലൊക്കെ പോകുന്നവരെ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ സ്പീഡ് ക്യാമറ ഉണ്ട് റോഡിൽ. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആരെങ്കിലും വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ ഒരു ശ്രദ്ധിച്ചോട്ടെ. ഇവിടെയും റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ ഈ പുല്ലും അതൊക്കെ വെക്കുന്ന കാണുന്നത് കേട്ടോ. നേരത്തെ കണ്ട പോലെ അതേപോലെ തന്നെയുള്ളൊരു ഏരിയ ആട്ടോ ഇതും. ആട്, ഒട്ടകം അതിനൊക്കെ വളർത്തുന്നത്. നമ്മളെ കൂടെയുള്ള ആള് ഇവിടെ ഇറങ്ങാൻ തോന്നുട്ടോ. ബസ്സിലുള്ള ആള് ആകെ ഒരാളുണ്ടായിരുന്നുള്ളൂ, അയാൾ ഇവിടെ ഇറങ്ങും. ഇപ്പം ബസ്സിൽ ഞാൻ ഒറ്റക്കായി, വേറൊരാളില്ല. ഡ്രൈവറും ഞാൻ മാത്രം. ഞാൻ ബസ്സിൻ്റെ ലാസ്റ്റ് സീറ്റിലാണ് ഇരുന്നത്. വേറൊരാളുകാരില്ല. വായിക്കോ. ഇനി അങ്ങോട്ട് അധികം ബിൽഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് മരുഭൂമിയാണെന്ന് പറയുന്നത്. നോക്കി നോക്കാം എന്താ സ്ഥിതി. യാത്ര തുടരുകയാണ് മക്കളെ. ഇനി കുറച്ചുകൂടി ഉണ്ട് ബോർഡറിലെത്താൻ വേണ്ടിയിട്ട്. വണ്ടികളുണ്ട് കേട്ടോ. വണ്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് ട്രക്കുകൾ ഇങ്ങനെ പോകുന്നുണ്ടോ. ഇവിടെ കുറേ റിസോർട്ടുകളുണ്ട് പറയുന്നത്. റിസോർട്ടും കാര്യങ്ങളൊക്കെ. യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 4:15. 2:30 കയറിയാണ്. ഇപ്പോൾ 4:15. ഏകദേശം 2 മണിക്കൂർ കേട്ടോ. മൈദറിന് ഏകദേശം 2 മണിക്കൂർ യാത്ര അബു സമ്രയിലേക്ക്. ഇവിടെ അഡ്വഞ്ചർ പാർക്ക് ഇവിടെ ആയിട്ടുള്ളത്. അഡ്വഞ്ചർ പാർക്ക്. വാവ്, അടിപൊളി ലൊക്കേഷൻ ആണല്ലോ. പൊളിച്ച് മക്കളെ, പൊളിച്ച് നല്ല സെറ്റപ്പ് ആക്കി കേട്ടോ അവിടെ. ഇതാണ് അഡ്വഞ്ചർ പാർക്ക്. വാ, കൊള്ളാം. പൊളി വൈബ് അല്ലേ, പൊളി വൈബ്. സൽവ ബീച്ച്. ആരെയും കാണുന്നില്ലല്ലോ, ആരും ഇല്ലെന്ന് തോന്നുന്നുണ്ടാ. അടുത്ത സ്റ്റോപ്പാണ് നമ്മളിത്. എത്താനായി ഒരു 5 മിനിറ്റ് കൊണ്ട് അടുത്ത സ്റ്റോപ്പെത്തും. എത്താനായി മക്കളെ, എത്താനായി. ബോർഡർ എത്താനായി. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മുടെ സ്ഥലം എത്തി. നോക്കട്ടെ എന്തെല്ലാം ഉള്ളത്. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയ മക്കളെ. തൊട്ടടുത്ത് പള്ളിയുണ്ട്. പെട്രോൾ പമ്പിലാട്ടോ വണ്ടി നിർത്തിയത്. നമ്മൾ ബസ് ഇറങ്ങി അങ്ങനെ പെട്രോൾ പമ്പിലെത്തി കേട്ടോ. ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ കറക്കിൻ്റെ ഷോപ്പുകളുണ്ട്. കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളും കേട്ടോ. അങ്ങനെ ഇവിടെ ബോർഡൊക്കെ കാണുന്നുണ്ട്. അബു സമ്ര KS. പോയി നോക്കട്ടെ. ഇവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ബസ്സുകൾ എന്തായാലും ഒന്ന് നടന്നു നോക്കാം. സൗദീൻ്റെ കുറേ ട്രക്കുകളാണ്. സൗദി രജിസ്ട്രേഷൻ അധികവും. എന്നാലും കുറച്ച് നടന്നു നോക്കാം എന്താ സ്ഥിതികൾ. ഇവിടുത്തേന് വന്നല്ലേ, സൗദി കാണാണ്ട് പോകാൻ പറ്റുമോ? ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് വരെ പോകുന്നതിന് പ്രശ്നമല്ല, അതിനപ്പുറം പോകണമെങ്കിൽ ഗേറ്റ് പാസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മാക്സിമം എത്ര പോകാൻ പറ്റുമോ അത്ര വരെ പോകുക, അത്ര തന്നെ. അങ്ങനെ ഒരു കറക്കം വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടോ. ഞാൻ ബോർഡറിന് അങ്ങോട്ട് ഞാൻ നടന്നു പോയി. അപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് പോക്ക് അലോഡില്ല, പിന്നെ വിസ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോക്ക് നടക്കൂ പറഞ്ഞു.
അങ്ങനെ അവിടെ പോയി അതൊക്കെ ഒന്ന് കണ്ട് അവിടെ സൗദിൻ്റെയും ഖത്തറിൻ്റെ ഒക്കെ ഫ്ലാഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ വിസമാണെന്ന് പറഞ്ഞത്. അവിടെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കൽ അലോഡില്ല, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ജസ്റ്റ് പോയി കണ്ടു പോകുന്നതാണ്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ബസ് വരണം, ബസ് വന്നിട്ട് വേണം അതിൽ കയറി പോകാൻ വേണ്ടിയിട്ട് നേരെ ദോഹയിലേക്ക്. ഇവിടെ ഒരു പെട്രോൾ പമ്പാട്ടോ. പെട്രോൾ പമ്പിൽ 1-2 ടീ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇത് കറക്കം കൈനിസ്. ഇതിൻ്റെ നേരെ അങ്ങേപ്പുറം ആ പള്ളി കഴിഞ്ഞ് തൊട്ടപ്പുറം കാണുന്നത് സൗദിയാണ്. ഇവിടെ അങ്ങനെ ഈ പമ്പിൽ കുറേ വണ്ടിക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അതായത് നമുക്ക് സൗദിയിലേക്ക് പോകണമെങ്കിൽ വിസ ഉണ്ടെങ്കിൽ അവർ വണ്ടി കയറ്റി അവിടെ കൊണ്ടുപോയി തരും. എത്ര 100 റിയാൽ അങ്ങനെ തരാം. 100 റിയാൽ എടുത്തു കഴിഞ്ഞാൽ അവർ വണ്ടി കയറ്റിയിട്ട് അവിടെ ഇറക്കി തരും. സൗദിയിൽ അങ്ങേപ്പുറം ബോട്ട് കടത്തി തരും. അപ്പോൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോവാം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതിയുടെ കിടപ്പ്. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ഫുള്ള് സൗദി രജിസ്ട്രേഷനാണ് ഓൾമോസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ വന്ന് കണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരാഗ്രഹം കേട്ടോ. കുറേ കാലത്ത് ഒരാഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് വന്ന് കാണണം എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ബോർഡർ പൊളി മക്കളെ, പൊളി വൈബ്. ഇനി ആർക്കെങ്കിലും വരണമെങ്കിൽ ജസ്റ്റ് കർവൊക്കെ വന്നായിട്ടോ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സൗദിയിൽ നിന്ന് ആൾക്കാർ കൂടെ ചായ പിടിക്കാൻ വേണ്ടി കേട്ടോ. ജസ്റ്റ് വന്ന് കറക്ക് പിടിച്ച് പോകുന്ന ആൾക്കാരും ഉണ്ട്. അതാ വിറ്റ്. നമ്മൾ വയനാട്ടിലൊക്കെ പോകുന്ന മാതിരി ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ 45 മിനിറ്റ് കൂടുന്നേരം ബസ് ഉണ്ടാവും ദോഹയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടാവും 45 മിനിറ്റ് കൂടുന്നേരം. ഇനി ആർക്കെങ്കിലും വരണമെങ്കിൽ വരിക, ജസ്റ്റ് കാണുക, വരിക, എൻജോയ് ചെയ്യുക, പോവുക. ഓക്കെ, അങ്ങനെ മക്കളെ നമ്മൾ ബസ് കയറി. നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഇതിലാരുമില്ല, ഞാനും ഡ്രൈവർ മാത്രമാണ് കേട്ടോ. ദോഹയിലേക്ക് 90 കിലോമീറ്ററാണ്. ഞാൻ യാത്രയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്താ പറയുക, യാത്ര ചെയ്യാനും കാഴ്ചകൾ കാണാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ വന്നത്, വരാണ്ട കാരണം. ഓക്കെ, അപ്പോൾ നിങ്ങളും അതേപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കാർഡ് എടുക്കുക, യാത്ര ചെയ്യാം. സെറ്റല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ ഞങ്ങളെ അഭിപ്രായം കമൻറ്റിലൂടെ പറയാം. ഓക്കെ, അതേപോലെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ സൗണ്ട് കൊടുത്തിട്ട് റെക്കോർഡ് ചെയ്ത പരിപാടി ഒന്നുമില്ല, ഡയറക്റ്റ്. അപ്പോൾ എന്താണോ സ്പോട്ടിൽ പറയുന്നത് അത് ഡയറക്റ്റ് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതേപോലെ എന്താ പറയുക, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചില ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അഭിപ്രായം പറയുന്നതനുസരിച്ച് വീഡിയോയിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യില്ല, കുറേ ആൾക്കാർ നെഗറ്റീവ് പറയും. അപ്പോൾ എന്താ പറയുക, എന്നെപ്പോലെ നിങ്ങളും വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ, അതായത് നെഗറ്റീവ് പറയുന്ന ആളുകളുടെ ഒരു അഭിപ്രായങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത് നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അവരങ്ങനെ പറയുന്നത്, ഇവനങ്ങനെ പറയുന്നത്, നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. എന്തായാലും എൻ്റെ വീഡിയോ പറ്റി നിങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ പറയുക. സുഹൃത്തുക്കളെല്ലാം എന്താ പറയുക, നല്ല അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. അതേപോലെ അതിനനുസരിച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിനി ഇങ്ങനെ മുമ്പ് ഇങ്ങനെ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സ് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ ലോങ് വീഡിയോ ആദ്യം ചെയ്തിരുന്നു, പിന്നെ നിർത്തി കാണും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.